ഇനി മറ്റൊരു വാർത്ത. നിരവധി UAPA കേസുകൾ പ്രതിയായ മാവോയിസ്റ്റ് സോമൻ ഷൊർണൂറിൽ അറസ്റ്റിലായി. ഭീകരവിരുദ്ധ സേനയും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി വിശദാംശങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് സൂരജ് സജി. സോമനെ പിടിച്ചു, പറയൂ. അങ്ങനെ സോമനും പിടിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കൊച്ചിയിൽ നിന്ന് മനോജ് എന്ന മാവോയിസ്റ്റ് പ്രവർത്തകൻ പിടിയിലായത്. ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ ഈ സോമനെയും കുരുക്കിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സോമൻ പിടിയിലായത്. ഈ വയനാട്ടിലേക്ക് പോകുന്നതിനിടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഭീകരവിരുദ്ധ സ്ക്വാഡും അതുപോലെ തന്നെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും ചേർന്നാണ് സോമനെ പിടികൂടുന്നത്. ഇവർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയാണ് ഈ സംഘം പിടികൂടിയത്. ഇവിടെ നിന്ന് സോമനെ ഇപ്പോൾ ഈ കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാടുകാണി ദളത്തിലെ കമാൻഡർ ആയിരുന്നു ഈ സോമൻ എന്നുള്ളത്. പോലീസിനെ ആക്രമിച്ചതടക്കം നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ മനോജ് എന്ന മാവോയിസ്റ്റ് പ്രവർത്തകൻ കൊച്ചിയിൽ നിന്ന് അറസ്റ്റിലാകുന്നത്. ഈ മനോജിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിൽ മനോജ് നൽകിയ വിവരങ്ങളിൽ നിന്നാണ് ഈ സോമൻ ഇത്തരത്തിൽ ഈ കൊച്ചിയിലുണ്ട് എന്നൊരു വിവരം പോലീസിന് ഭീകരവിരുദ്ധ സ്ക്വാഡിന് ലഭിക്കുന്നത്. അങ്ങനെയാണ് സോമനെ ട്രേസ് ചെയ്യുന്നതിന് വേണ്ടി ഭീകരവിരുദ്ധ സ്ക്വാഡ് ശ്രമിക്കുന്നതും. കൊച്ചിയിൽ നിന്ന് ഷൊർണൂരിലേക്ക് യാത്ര തിരിക്കുന്നു. അവിടെ നിന്ന് വയനാട് എന്നതായിരുന്നു സോമന്റെ ലക്ഷ്യം. ഇതിനിടയിലാണ് ഷൊർണൂരിൽ വെച്ച് ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിൽ സോമൻ അകപ്പെടുന്നത്. എന്തായാലും കൊച്ചിയിലേക്ക് സോമനെ എത്തിച്ചിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഓക്കെ, താങ്ക് യു സൂരജ് സജി.